കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. കൊട്ടിക്കലാശത്തിന് ഏതാനും നാളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഭാരതപ്പുഴയുടെ തീരമായ പാലക്കാടും വലിയ തരത്തിലുള്ള മത്സരമാണ് നടക്കുന്നത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് എന്നതെല്ലാം ഉപരി വലിയ രാഷ്ട്രീയത്തിന്റെ ഭാവിയിലെ ഗതിവിധികൾ തന്നെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക യുദ്ധഭൂമിയായി പാലക്കാട് മാറുക കൂടിയാണ്. അവിടെ രമേശ് പിഷാരടി അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും അതിശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അവിടെ കണ്ടുവരുന്നത്. വടക്കന്തറയിൽ വെച്ച് കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥിയെ തടയുന്ന സാഹചര്യമുണ്ട്. അതായത് രമേശ് പിഷാരടിയെ തടയുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്ന നാടകീയ സംഭവങ്ങൾ വരെ മണ്ഡലത്തിൽ രാഷ്ട്രീയ താപനിലയെ അവിടെ അത്യുച്ചത്തിൽ എത്തിച്ചു നിർത്തിയിരിക്കുകയാണ്. അവിടെ ആലോചിക്കണം, രാഷ്ട്രീയ താപനില എന്ന് പറയുന്നത് വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ജനാധിപത്യപരമായി പ്രചരണ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കോൺഗ്രസ് ചിത്രീകരിക്കുമ്പോൾ പന്തം കൊളുത്തിപ്പോരണങ്ങളും പ്രതിഷേധ സംഘങ്ങളുമായി മണ്ഡലം അക്ഷരാർത്ഥത്തിൽ തിളച്ചു മറിയുക കൂടിയാണ്. ഈ സംഭവം വോട്ടർമാർക്കിടയിൽ ഒരു സഹതാപ തരംഗമായി മാറുമെന്നും അത് ജനങ്ങൾക്ക് അനുകൂലമായി വോട്ട് വീതം വർദ്ധിപ്പിക്കുമെന്നാണ് പിഷാരടി ക്യാമ്പിന്റെ കണക്കൂട്ടൽ. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും മണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതും ഇവിടെ BJPക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്തും അവിടെ അവസാന ലാപ്പിൽ പോലും, അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേ ഫലങ്ങളിൽ പോലും പറയുന്നത് രമേശ് പിഷാരടി വലിയ തരത്തിൽ മേൽക്കോയ്മ നേടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല കോൺഗ്രസിന് ആത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. BJPയുടെ ഒരുക്കുകേട്ടായ നഗരസഭയാകട്ടെ ആ പരിധിക്കുള്ളിൽ തങ്ങൾക്കുള്ള സ്വാധീനം വോട്ടായി മാറുമെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വടക്കന്തറയിലെ സംഭവം ശോഭയുടെ പ്രതിച്ഛായത്തിനെ ബാധിക്കുമോ അതോ പാർട്ടിക്കുള്ളിൽ തന്നെ അടിയൊഴുക്കുകളുടെ ഭാഗമാണോ എന്ന ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ തരത്തിൽ സജീവമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് രമേശ് പിഷാരടിയെ ഒരു സംഘം വനിതാ BJP പ്രവർത്തകർ, അതായത് കൗൺസിലർ അടക്കമുള്ള ചേർന്നിട്ട് തടയുകയും അവിടെ ഈ വഴിയിലേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം, അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ ഉള്ളതാകട്ടെ രമേശ് പിഷാരടി എന്ന സ്ഥാനാർത്ഥി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, അവരെ തടഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഈ മണ്ണിലേക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് ശോഭാ സുരേന്ദ്രൻ ഇന്ന് വലിയ തെറ്റ് ന്യായീകരിക്കുന്ന കാഴ്ച അവരെ കാണുകയുണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു പോകുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ആ മണ്ഡലത്തിലെ പല വോട്ടർമാർക്കിലേക്ക് വോട്ട് ചോദിച്ചെത്തുമ്പോൾ അവർ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന രീതിയിൽ ഒരു സംഘം ചേർന്ന് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് എന്ത് തരം ജനാധിപത്യമാണെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പിഷാരടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച LDF സ്ഥാനാർത്ഥി ANMR റസാഖും നിലപാട് വലിയ തോതിൽ രാഷ്ട്രീയമായി മാന്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ NMR റസാഖ് അടക്കമുള്ളവർ ഇതിൽ പ്രതിഷേധമായി വന്നിട്ടുണ്ട്. രമേശ് പിഷാരടിക്ക് അവരെ വലിയ തരത്തിൽ പിന്തുണ നൽകുന്നുമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവരവിടെ ചെയ്യുന്നത് അവരിവിടെ വരരുത് എന്ന് പറയുന്നത് എന്ത് തരം ജനാധിപത്യമാണെന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ പാലക്കാട് നഗരസഭ അവരുടെ പരിധിക്കുള്ള അല്ലെങ്കിൽ BJPയുടെ കീഴിലാണ് എന്നതുകൊണ്ട് അവിടെ മറ്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടാൻ പാടില്ല എന്നുള്ള ചോദ്യമാണ് അവിടെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി മാധ്യമങ്ങൾക്ക് നൽകിയൊരു മറുപടിയിൽ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങളുടെ കോൺഗ്രസിന് വലിയ തരത്തിൽ അവിടെ സംഘബലമുണ്ട്, ശക്തിയുമുണ്ട്. ആ ശക്തി വെച്ച് എനിക്ക് വേണമെങ്കിൽ ഈ വഴി അങ്ങറ്റം വരെ പോയിട്ട് തിരിച്ചു വരാൻ എനിക്ക് സാധിക്കും. എന്നാൽ അത് ഞാൻ ചെയ്യുന്നില്ല, കാരണം അത് അവർ നടത്തിയത് അവരുടെ സംസ്കാരമാണ്, എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന തരത്തിലാണ് രമേശ് പിഷാരടി സംസാരിച്ചു പോയത്. രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്ന റസാഖിന്റെ ഈ സമീപനം, അതായത് ANM റസാഖിന്റെ സമീപനം എന്നത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. ഈ സമീപനം നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാനും വലിയ തരത്തിൽ സാധ്യതയുണ്ട്. പാലക്കാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ചേർന്നതല്ല ഇത്തരം
പ്രവണതകളെന്ന റസാഖിന്റെ പ്രസ്താവന ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളിൽ പുതിയൊരു ഊർജ്ജം നൽകിയിട്ടുമുണ്ട്. UDF-ഉം BJP-യും പരസ്പരം പോരടിക്കുമ്പോൾ സമാധാനപരമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി സ്വന്തം അല്ലെങ്കിൽ സ്വയം അടയാളപ്പെടുത്താനാണ് LDF അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ടെയും മഴമ്പുഴയിലും ഡീൽ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുന്നണികൾ തമ്മിൽ രഹസ്യധാരണകളുണ്ടെന്ന ആരോപണം വായുവിൽ നിൽക്കുമ്പോൾ സാധാരണക്കാരായ വോട്ടർമാരുടെ നിസ്സംഗതയും അവിടെ ശ്രദ്ധേയമാകുന്നുണ്ട്. 12 നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയിൽ 10ഇടത്തും LDF ആധിപത്യം പുലർത്തുമ്പോൾ പാലക്കാടും മണ്ണാർക്കാടും നിലനിർത്തുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. ജില്ലയിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അടിയൊഴുക്കുകൾ എപ്പോഴും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള മേഖല കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ UDF-ന് ആശ്വാസം നൽകുന്നുണ്ട് എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക വിഷയങ്ങളും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവവും ഫലത്തെ മാറ്റിമറിച്ചേക്കുള്ള സാധ്യതകളുമുണ്ട്. തൃത്താല മണ്ഡലത്തിൽ നിലവിലെ MLA MP രാജേഷും മുൻ MLA VT ബൽറാമും തമ്മിലുള്ള വികസന സംവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണവും വികസന നേട്ടങ്ങളും രാജേഷ് ഉയർത്തിക്കാട്ടുമ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വീര്യം ബൽറാമിലൂടെ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിന്റെയും ശ്രമം. പാലക്കാടിനേക്കാൾ കടുത്ത പോരാട്ടമാണ് തൃത്താലയെന്ന് നിസ്സംശയം പറയേണ്ടി വരും. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ചിറ്റൂരിൽ രാഷ്ട്രീയ ചിത്രത്തിന് മാറ്റം വന്നിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി മണ്ഡലത്തെ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന K. അച്യുതനും K. കൃഷ്ണൻകുട്ടിയും നേരിട്ട് രംഗത്തില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണത്. കുടിവെള്ള പ്രശ്നവും അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധിയും വിധി നിർണ്ണയിക്കുന്ന ചിറ്റൂരിൽ പുതിയ നേതൃത്വത്തെ സ്വീകരിക്കാൻ വോട്ടർമാർ തയ്യാറെടുക്കുക കൂടിയാണ്. നെന്മാറയിൽ നിശബ്ദ ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുന്നണികളിലെ അതൃപ്തർ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകൾ അവിടെ നിർണായകമാവുകയും ചെയ്യും. ആലത്തൂർ, തരൂർ, ഷൊർണൂർ മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ടുകൾ ഭദ്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കുകളെ മുന്നണികൾ ഭയക്കുന്നുമുണ്ട്. പട്ടാമ്പിയിൽ സിറ്റിംഗ് MLA മുഹമ്മദ് മുസ്ലിം TP ഷാജിയും തമ്മിലുള്ള മത്സരത്തിൽ BJP-യുടെ വോട്ട് വിഹിതം ആരെ തുണയ്ക്കുമെന്നതും പ്രാധാന്യമായ കാര്യം കൂടിയാണ്. ഒറ്റപ്പാലത്ത് PK ശശിക്കെതിരെയുള്ള വികാരം വോട്ടായി മാറുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ തന്റെ സംഘടനാ കാര്യത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് LDF മുന്നോട്ട് പോകുന്നത്. NDA സ്ഥാനാർത്ഥിയായ മേജർ രവിയുടെ സാന്നിധ്യം ഇവിടെ മത്സരത്തിന് പുതിയൊരു മാനം നൽകിയിട്ടുമുണ്ട്. അതൊരിക്കലും യാതൊരു തർക്കവുമില്ല. കോങ്ങാട് മണ്ഡലത്തിൽ 3 മുന്നണികളും വനിതാ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുമുണ്ട്. വനിതാ വോട്ടർമാരുടെ മുൻഗണനകൾ ഇവിടെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. മണ്ണാർക്കാടകട്ടെ N. ഷംസുദ്ദീന്റെ ജനപ്രതിയെ മറികടക്കാൻ LDF കൊണ്ടുവന്ന മൻസിൽ അബൂബക്കർ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. BDJസിലെ ഐസക് വർഗീസ് NDA വോട്ടുകൾ എത്രത്തോളം സമാഹരിക്കുമെന്നതും പ്രസക്തം കൂടിയാണ്. CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മലമ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സഹായി കൂടിയായിരുന്ന A. സുരേഷ് UDF സ്ഥാനാർത്ഥിയായി എത്തിയത് കൗതുകകരം കൂടിയാണ്. VS-ന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വിശ്വസ്തനെ നിർത്തി വോട്ട് ചേർത്താനുള്ള UDF തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പാലക്കാട് നഗരസഭയിലെ BJP-യുടെ ഭരണം ഈ തെരഞ്ഞെടുപ്പിലെ വലിയൊരു ഘടകം കൂടിയാണ്. നഗരസഭയിലെ വികസന മുന്നെടുപ്പും ഭരണവിരുദ്ധ വികാരവും UDF-ഉം LDF-ഉം ആയുധമാക്കുമ്പോൾ തങ്ങളുടെ കോട്ട കാക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവം BJP-യുടെ അക്രമാസക്തമായ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമായി UDF ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കേവലം ഒരു പ്രാദേശിക തർക്കം മാത്രമാണെന്നാണ് ഇവിടെ അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് പക്ഷേ അറിയാം അവിടെ വ്യക്തമായി ഉണ്ടാകുന്നത്, അതിന് BJP സ്ഥാനത്ത് പോലെ വിശദീകരണം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം അവിടെ ഉണ്ടായത് അങ്ങനെ അല്ല എന്നുള്ളതും ജനങ്ങൾ പറയുന്നത് അങ്ങനെ അല്ല എന്നുള്ളത്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ അവിടെ തടയുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രമേശ് പിഷാരടിക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, പലർക്കും ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഷാഫി പറമ്പിലിനെ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ CPM പ്രവർത്തകർ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചെമ്പട എന്നൊക്കെ വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയുന്നതാണ്, നാം കണ്ടിട്ടുള്ളത്. അങ്ങനെ അത്തരത്തിലൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതി ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാർട്ടി പ്രവർത്തകർ, ഏത് പാർട്ടി എന്നല്ല പാർട്ടി ഭേദമനെ എല്ലാവരും ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പലരും ഇങ്ങനെ തടയുന്നത് എന്തിനാണെന്നുള്ള കാര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ കോൺഗ്രസ് പറയുന്നത് പിഷാരടി ജയിച്ചു കയറുന്നില്ല, വിജയത്തിൻ്റെ ആ ഭയമാണ് ഇവിടെ BJP കൊണ്ട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ തന്നെ വലിയ തരത്തിൽ BJP-യുടെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന വടക്കന്തറ പ്രദേശം BJP-ക്ക് വലിയ സ്വാധീനമുള്ള ഇടം കൂടിയാണ്. അവിടെ ഉണ്ടായ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരമൊരു വിവാദം ഉണ്ടായത് നിഷ്പക്ഷ വോട്ടർമാരുടെ മുന്നിൽ മാറ്റമുണ്ടാക്കുമെന്ന് വലിയ തരത്തിൽ കോൺഗ്രസും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ജില്ലയിലെ പല മേഖലകളിലും രമേശ് പിഷാരടി കടന്നു കയറി വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുന്നുമുണ്ട്. കാരണം ആ മണ്ഡലത്തിൽ രമേശ് പിഷാരടി ഒരുപക്ഷെ ആദ്യമായി സ്ഥാനാർത്ഥി എത്തുമ്പോൾ അവിടെ ഷാഫി പറമ്പിലെ ആ ലെവലിൽ എത്തുമോ, അല്ലെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ, ANM റസാഖ്, അതുപോലെ തന്നെ പിഷാരടി, ഇതിൽ ആരാണ് മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ അവിടെ ഏറ്റവും മുന്നിട്ട് നിന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ പിഷാരടി
നടന്നു കയറി എന്നല്ല പറയേണ്ടത്, ഒന്നാം സ്ഥാനത്തേക്ക് ഓടിക്കയറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവിടെ വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാനും രമേശ് പിഷാരടിക്ക് സാധിച്ചിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇവരെ ചൊടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസ് വക്താക്കളെല്ലാം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമെല്ലാം പറഞ്ഞു വെക്കുന്നത്. കാരണം അവരവിടെ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം രമേശ് പിഷാരടി തടഞ്ഞത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു തടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. എന്നാൽ അവിടെ BJP പറയുന്നത് ഇവിടെ സ്ത്രീ പീഡകനെ അല്ലെങ്കിൽ ബലാത്സംഗം ഇപ്പോൾ ഒരാളുടെ കൂട്ടാളിയായി നിൽക്കുന്നവർക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ കയറി വരാൻ സാധിക്കുക എന്നുള്ള തരത്തിലാണ് ശോഭാ സുരേന്ദ്രനും പറഞ്ഞു വെക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇവിടെ പാലക്കാട് വലിയ തരത്തിലുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല ജില്ലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ടത് ജില്ലയിലെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, നെല്ല് സമരത്തിലെ കാലതാമസം, വന്യജീവി ശല്യം തുടങ്ങിയ മലയോര മേഖലയിലെ വലിയ ചർച്ചകളെല്ലാം അവിടെ ഉണ്ടാകുന്നുണ്ട്. കർഷക വോട്ടുകൾ ഇത്തവണ ഭരണവിരുദ്ധ വികാരമായി മാറുമോ എന്നുള്ള ഭയത്തിലാണ് LDF ഉണ്ടാകുന്നത്. എന്നാൽ കിറ്റും പെൻഷനും വികസനമെല്ലാം വോട്ടായി മാറുമെന്നവർ പ്രത്യാശിക്കുകയും ചെയ്യുന്നുണ്ട്. യുവജന വോട്ടർമാരെ സ്വാധീനിക്കാൻ രമേശ് പിഷാരടിയെ സിനിമാ പ്രതിച്ഛായ സഹായിക്കുമെന്ന് കോൺഗ്രസ് കരുതുമ്പോൾ രാഷ്ട്രീയ കാര്യഗൗരവമുള്ള സ്ഥാനാർത്ഥിയാണ് റസാഖ് എന്ന് ഇടതുപക്ഷം വാദിക്കുന്നു. ശോഭാ സുരേന്ദ്രനാകട്ടെ തന്റെ പ്രസംഗങ്ങളുടെയും തീപ്പൊരി പ്രചരണങ്ങളുടെയും BJP അണികളെ ആവേശത്തിൽ കൂടി ആഴ്ത്തിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നമുക്കറിയാം, അവർ എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആയിരങ്ങളെന്ന വോട്ടുണ്ടായ സ്ഥലങ്ങളിൽ ലക്ഷങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള താരപ്രചാരക കൂടിയാണ്. അതുകൂടാതെ മികച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ശോഭ വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി പാലക്കാട് മാറിയിരിക്കുകയാണ്. വിവാദങ്ങൾ, ആരോപണങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ഇത് നിറഞ്ഞ ഈ പ്രചരണ കാലയളവിൽ വികസന ചർച്ചകൾ മുന്നോട്ട് പോയോ എന്നുള്ള സംശയം നിഴലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വടക്കന്തറിലെ ഈ സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിക്കുണ്ടായ ഈ സംഭവങ്ങളെല്ലാം പാലക്കാടിന്റെ ഭരണചക്രം ആര് തിരിക്കുമെന്ന് നിശ്ചയിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. അക്രമത്തെ തള്ളുന്ന വോട്ടർമാരും വൈകാരികമായി പ്രതികരിക്കുന്ന അണികളും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുക കൂടിയാണ്. പാലക്കാടിലെ ഓരോ വോട്ടും അത് വെറുമൊരു വോട്ടല്ല, വരാനിരിക്കുന്ന ഈ പറഞ്ഞ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിലെ ഒരു നാഴികക്കല്ല് കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. മുന്നണികളുടെ ആത്മവിശ്വാസവും ആശങ്കയും ഒരുപോലെ പ്രകടമാവുന്ന ഈ വേളയിൽ മൗനം പാലിക്കുന്ന വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. വിവാദങ്ങളുടെയും പുകമറകൾക്കിടയിലും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്ത് വോട്ടെണ്ണൽ ദിവസം പുറത്തു വരുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. പാലക്കാടിന്റെ മണ്ണ് ആരെ സ്വീകരിക്കുമെന്നും ആരെ കൈവിടുമെന്ന് അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത്.